ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ചൊവ്വാഴ്ച ഭഗവാൻ മുരുകന് വേണ്ടി നമ്മുടെ എന്തെങ്കിലും ഒരാഗ്രഹം പെട്ടെന്നിപ്പം സാധിച്ചു കിട്ടണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടി നാളെ ചൊല്ലേണ്ട ഒരു അതിശക്തിയാർന്ന മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നതേയില്ല. ദയവ് ചെയ്ത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ ഞാൻ സ്കന്ദഷഷ്ഠി കവചം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള വീഡിയോസിനൊക്കെ എനിക്ക് നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ സ്കന്ദഷഷ്ഠി കവചത്തിന് മാത്രം വ്യൂ കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും അത് കാണാനും അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാനും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. എന്തെങ്കിലും ഒരാഗ്രഹം സാധിക്കുക എന്നത് മാത്രമല്ല, നമുക്ക് ഐശ്വര്യങ്ങളും നൽകുന്നതാണ് ഈ മന്ത്രം. എല്ലാ ചൊവ്വാഴ്ചകളിലും ഷഷ്ഠി തിഥികളിലും കാർത്തിക പൂയം വിശാഖം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. തീർച്ചയായും ഭഗവാൻ മുരുകൻ്റെ ഒരു നല്ല കടാക്ഷം നമുക്കുണ്ടാകുന്നതാണ്. സ്കന്ദഷഷ്ഠി കവചം ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ശരഹണ ഭവ എന്ന വാക്കിന് തിരിച്ചും മറിച്ചും പറയുന്നത് എന്താണ് എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് അതറിയാവുന്നതാണ്. അതിൽ നിന്നും എടുത്ത ഒരു മന്ത്രമാണ് ഇതും. വളരെയധികം ഈ മന്ത്രം ചൊല്ലിയാൽ വളരെയധികം ഐശ്വര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരാഗ്രഹം നമുക്ക് സാധിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കും. തീർച്ചയായും ഭഗവാൻ മുരുകൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരാഗ്രഹങ്ങളും സാധിക്കാനില്ല എന്നാണെങ്കിൽ എൻ്റെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ മുരുകനോട് പ്രാർത്ഥിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഈ മന്ത്രം ചൊവ്വാഴ്ച ചൊവ്വാഹോരയിൽ ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ചൊവ്വാഹോരയിൽ ചൊല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എപ്പോഴാണോ നമ്മൾ വിളക്ക് കത്തിച്ച് അതിന് മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് ചൊല്ലാവുന്നതാണ്. പക്ഷേ എപ്പോൾ ചൊല്ലിയാലും ഭഗവാൻ മുരുകന് മുമ്പിൽ ഒരു നെയ് ദീപമോ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചുള്ളൊരു ദീപമോ കത്തിച്ച് വെച്ചതിന് ശേഷം ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാവരും ചൊവ്വാഴ്ചകളിൽ ഭഗവാൻ മുരുകന് വെറ്റില ദീപം, തുവരപ്പരിപ്പ് ദീപം, ഷഡ്കോണ ദീപം ഒക്കെ തെളിയിക്കുന്നവരായിരിക്കും. അത് തെളിയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തെളിയിച്ചതിന് ശേഷം ഈ മന്ത്രം ചൊല്ലാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോയോ വിളക്കോ എന്താണ് ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ കത്തിച്ച് വെക്കാം. ഇനി നിങ്ങളുടെ വീട്ടിൽ മുരുകൻ്റെ ഫോട്ടോ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു മൺവിളക്കിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് ആ വിളക്ക് കത്തിച്ച് അത് ഭഗവാൻ മുരുകനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. എങ്ങനെയായാലും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഭഗവാനെ വിശ്വസിച്ച് ഈ മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായും അതിനുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പുലവാലായ്മയുള്ളപ്പോഴും പീരിയഡ്സ് ഉള്ളപ്പോഴും ഒന്നും ഇത് ചൊല്ലാൻ പാടില്ല. നോൺ വെജ് കഴിച്ചിട്ടും ഇത് ചൊല്ലിക്കൂടാ. ശുദ്ധ വൃത്തിയോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ ഇത് ചൊല്ലാവുള്ളൂ. രാവിലെ ആയാലും വൈകിട്ടായാലും പൂർണ്ണ ഭക്തിയോടും നല്ല മനസ്സോടും കൂടി ഭഗവാന് മുൻപിലിരുന്ന് ഈ മന്ത്രം ചൊല്ലാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഈ മന്ത്രം 1008 പ്രാവശ്യമാണ് നിങ്ങൾ ജപിക്കേണ്ടത്. അതിപ്പം ഏത് ദിവസമായാലും, ചൊവ്വാഴ്ച ആയാലും ഷഷ്ഠിതിഥിയിലായാലും അതല്ല നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലായാലും ഇത് ജപിക്കുമ്പോൾ 1008 പ്രാവശ്യം ജപമാല ഉപയോഗിച്ച് 1008 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കടലയോ കപ്പലണ്ടിയോ മുത്തുകളോ 1008 കൗണ്ട് കിട്ടാൻ എന്താണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അത് വെച്ച് ജപിക്കാവുന്നതാണ്. ഇനി ഇത് എഴുതണം എന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ഈ മന്ത്രം 1008 പ്രാവശ്യം എഴുതാവുന്നതുമാണ്. അങ്ങനെ എഴുതിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഫലങ്ങൾ ലഭിക്കും. ഒരു A4 സൈസ് പേപ്പർ എടുത്ത് അതിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളർ പെൻ കൊണ്ട് ഈ മന്ത്രം എഴുതി ഭഗവാന് സമർപ്പിക്കാം. ആഗ്രഹം സാധിച്ചതിന് ശേഷം ഇത് ഭഗവാന്റെ അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടിടുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് കുഴിച്ചിടുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്താണ് മന്ത്രമെന്ന് നോക്കാം. രഹണ ഭവശ വസി വസി, ഇതാണ് മന്ത്രം. ശരഹണ ഭവ, ശരവണ ഭവ, ഇതാണ് നമ്മൾ സാധാരണയായി പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇത് തിരിച്ചും മറിച്ചും പറയുന്നതാണ്. അതായത് രഹണ
ഭവശ വസി വസി. ഞാനിത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത്. 1008 പ്രാവശ്യം മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം എന്താണോ നമ്മുടെ ആഗ്രഹം, സാധിക്കാനുള്ള ആഗ്രഹം, ഭഗവാനെ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച് രഹണ ഭവശ വസി വസി. ഇത് സ്പീഡിൽ ചൊല്ലരുത്. രഹണ ഭവശ വസി വസി, രഹണ ഭവശ വസി വസി. ഇങ്ങനെ ചൊല്ലി ചൊല്ലി പോകുക. 1008 പ്രാവശ്യം ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്കെടുത്ത് മൊബൈൽ നോക്കുകയോ മക്കളോട് സംസാരിക്കുകയോ ഹസ്ബൻഡിനോട് സംസാരിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പകുതി വെച്ച് ചൊല്ലി എഴുന്നേറ്റ് പോവുക. ഇങ്ങനെയൊക്കെ ചൊല്ലിയാൽ ഈ ചൊല്ലുന്നത് കൊണ്ടുള്ള ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വേണം ഈ 1008 പ്രാവശ്യം ഇരുന്ന് ചൊല്ലാൻ. 1008 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം വീണ്ടും ഭഗവാനോട് എന്താണോ നമുക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യം, ആ ആഗ്രഹം സാധിച്ചു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുന്ന് എഴുന്നേൽക്കാവുന്നതാണ്. തീർച്ചയായിട്ടും 100ൽ 100% ഉറപ്പാണ്. നിങ്ങൾ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചാണോ ഇത് പ്രാർത്ഥിക്കുന്നത് ആ ആഗ്രഹം ഭഗവാൻ മുരുകൻ സാധിച്ചു തന്നിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.